നമ്മളെല്ലാവരും വാഴ നനയുമ്പോൾ ചീരയും നനയും എന്ന് കേട്ടിട്ടില്ലേ? ഇതാണ് വാഴ, ഇതാണ് ചീര. ഈ വാഴയ്ക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ഈ ചീരയും കൂടെ നനയും. എങ്ങനെയാന്നല്ലേ? ഇതാണ് ബ്രാൻഡ് ഐഡന്റിറ്റി. ഇത് പ്രാൻ എന്നൊരു ബ്രാൻഡിന്റെ ലിച്ചി ഡ്രിങ്ക് ആണ്. ഇതും ഒരു ലിച്ചി ഡ്രിങ്ക് ആണ്, പക്ഷെ ഇത് പ്രാന്റെ ബ്രാൻഡിന്റെ അല്ല. ഈ പ്രാൻ എന്ന് പറഞ്ഞ കമ്പനി അത്യാവശ്യം നല്ല പരസ്യമൊക്കെ ചെയ്ത് നമ്മുടെ TV കൊമേഴ്ഷ്യൽസിലൊക്കെ ഇതിന്റെ പരസ്യം പ്രാൻ എന്ന് പറഞ്ഞ കമ്പനികൾ വരാറുണ്ട്. അത് കണ്ടിട്ട് ആളുകൾ കടകളിൽ പോയിട്ട് മേടിക്കും. കടകളിൽ പോയി മേടിക്കുമ്പോൾ പ്രാനിന് പകരം കിട്ടുന്നത് ഈ ഡ്രിങ്കാണ് പലർക്കും കിട്ടാറുള്ളത്. ഈ പ്രാൻ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഈ ഐഡന്റിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു കമ്പനി അവരുടെ പ്രോഡക്റ്റ് വിറ്റഴിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു ബ്രാൻഡിന് അവരുടേതായിട്ടുള്ള ബോട്ടിലുണ്ട്. ആ ബോട്ടിൽ ഇങ്ങനെ ഒരു പ്രത്യേക ബോട്ടിൽ, വലിയ വലിപ്പമൊന്നും ഇല്ലാത്ത ചെറിയൊരു ബോട്ടിലാണ്. അതേപോലത്തെ ഏകദേശം അതുപോലെ ഇരിക്കുന്ന പോലത്തെ ഒരു കുപ്പിയാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഒരു പ്രോഡക്റ്റുമായിട്ട് മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ നല്ലൊരു ബ്രാൻഡ് കൺസൾട്ടന്റിനെ കണ്ട് നിങ്ങളുടെ ബ്രാൻഡ് ഡിസൈൻ ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊരു ബ്രാൻഡിനെ അനുകരിക്കുകയല്ല വേണ്ടത്. ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഡിസൈനർക്ക് നല്ലൊരു ബ്രാൻഡിനെ സൃഷ്ടിക്കാൻ സഹായിക്കാൻ സാധിക്കും. നിങ്ങളുടെ ബ്രാൻഡിനെ ഒരാൾ മറ്റൊരാളിലേക്ക് എത്തിക്കുകയും അയാൾ വീണ്ടും കടയിൽ വന്ന് ചോദിക്കുകയും ചെയ്യുമ്പോഴത്തേനാണ് നിങ്ങളൊരു ബ്രാൻഡ് ആവുന്നത്. നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കൊണ്ടുവരിക, നല്ലൊരു ഡിസൈൻ അതിന് കൊടുക്കുക. എല്ലാം എവിടുന്നും സൗജന്യമായിട്ട് കിട്ടും എന്നുള്ളത് ശ്രമിക്കാതെ നിങ്ങൾക്കൊരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ഒരു പ്രോഡക്റ്റിനെ ബ്രാൻഡ് ചെയ്ത് തരാൻ സഹായിക്കാൻ പറ്റുന്ന നിരവധി ഡിസൈനർമാർ നമ്മുടെ ഇടയിലുണ്ട്. അവരെ സമീപിക്കുക, അവരുടെ റെമ്യൂണറേഷൻ കൊടുത്തുകൊണ്ട് നിങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് ഒരു സേവനം സ്വീകരിക്കുക. എല്ലായിടത്തും നിങ്ങൾ ഫ്രീ ആയിട്ടൊരു സേവനമാണ് സ്വീകരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റും ഫ്രീ ആയിട്ട് കിട്ടണം എന്ന് മറ്റുള്ളവർ ആഗ്രഹിക്കില്ലേ?